ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ, ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇത് കോവിഡിൻ്റെ ആ സമയത്ത് പോയ ഏറ്റവും താഴെയുള്ള ആ ലോയാണ്. പിന്നെ വേറെ ഒരു ലോ ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ ലോയും കൂടെ ടച്ച് ചെയ്യേണ്ടതാണ്, കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വര വരച്ചപ്പോഴത്തേനും നമ്മുടെ ആ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു എന്ന് മാത്രം. അപ്പോൾ ഏകദേശം സപ്പോർട്ടിലാണ്. ഇങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചപ്പോൾ ഞാൻ വലുതാക്കി കാണിക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചപ്പം ഏകദേശം ഒരു സപ്പോർട്ടിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. വളരെ നല്ല കാര്യം. അപ്പോൾ അവിടുന്ന് ഇന്നൊരു റിവേഴ്സൽ ക്യാൻഡിൽ കണ്ടു. ഇതിപ്പോൾ 1 ഡേ ചാർട്ടാണ് കേട്ടോ, ഡെയിലി ചാർട്ടാണ്. ഇന്നൊരു റിവേഴ്സൽ ക്യാൻഡിൽ കണ്ടിട്ടുണ്ട്. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തേത് ലോക്ക്ഡൗൺ വരുമോ എന്നുള്ള പേടി. കാരണം ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഒന്ന് സ്റ്റക്ക് ആകുമല്ലോ. അപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുറയും, ഓക്കെ, എക്കണോമി ഡൗൺ ആകും, അങ്ങനെയുള്ള കാര്യം. പിന്നെ നൈറ്റ് കർഫ്യൂ അതുണ്ട്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, രൂപയുടെ മൂല്യം ഇടിയുന്നു എന്നുള്ളതാണ്. രൂപയുടെ മൂല്യം ഇടിയുകയാണെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് അത് പ്രശ്നമാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് കറൻസി പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസും കൂടെ വരുന്നുണ്ട്. അതും ഒരുപക്ഷെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിച്ചേക്കാം. എന്നാലും ഗവൺമെൻറ് അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം കണ്ടെത്തും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും പഴയ കറൻസി റീപ്ലേസ് ചെയ്യാനല്ലാതെ കറൻസി പ്രിൻറ്റ് ചെയ്യുന്നത് എക്കണോമിനെ ബാധിക്കുമല്ലോ. പക്ഷേ അത് സാധാരണയാണ്, മിക്ക രാജ്യങ്ങളും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഓവറായിട്ട് ചെയ്യരുത്. ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ശകലം പണപ്പെരുപ്പൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ന്യൂസും വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ കാര്യത്തിലേക്ക് പോകാം. ബന്ധൻ ബാങ്കിൻ്റെ ലോൺ ഗ്രോത്ത് 21% വർദ്ധിച്ചതായിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ബന്ധൻ ബാങ്ക് നമുക്ക് നോക്കിയാൽ അറിയാം, വളരെ ഡിസ്കൗണ്ട് പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് 1 മന്ത് ചാർട്ട് എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു പുതിയ ന്യൂജൻ ബാങ്ക് ആയിരുന്നു ബന്ധൻ ബാങ്ക്. പിന്നീട് അത് താഴേക്ക് പോയ കാർഷിക പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. കർഷകർക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഗവൺമെൻറ് തള്ളും എന്നുള്ള ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ബന്ധൻ ബാങ്കിൻ്റെ ഷെയർ പ്രൈസ് ഭയങ്കര താഴേക്ക് പോയത്. നല്ല രീതിയിൽ താഴേക്ക് പോയി. ഏകദേശം 700 മുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 330 ആ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവിടുന്ന് ഇത് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോൺ ഗ്രോത്ത് 21% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു എന്നുള്ള ന്യൂസും വരുന്നുണ്ട്. അപ്പോൾ ഒരു ചാൻസ് ഉള്ള ഒരു ബാങ്ക് തന്നെയാണ് കേട്ടോ ബന്ധൻ ബാങ്ക്. അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ഇതിൽ എൻട്രി എടുക്കാൻ പറ്റും. ലോങ് ടൈം വ്യൂവിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു 330 പ്രൈസ്. നമുക്കൊരു 150 പോയിൻ്റെങ്കിലും ഒരു അപ്പർ സൈഡ്, അതായത് 480 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ലെവലാണ് കേട്ടോ വരുന്നത്. ഇത്രയെങ്കിലും ഒരു ഗ്രോത്ത് ഇതിൽ വരില്ലേ, ഈ ഒരു ബാങ്കിൽ വരില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ വരുന്നുണ്ട് ബാങ്കിൽ. എന്നാൽ ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ്, അതായത് 300 താഴെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇടാം. 1 ഡേ ചാർട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ റീസെൻ്റ്ലി പോയേക്കുന്ന ലോ ഏതോ അവിടെ ആ ഒരു റേഞ്ചിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് മേടിക്കാം. പിന്നെ ഇപ്പോൾ ഓടി വാങ്ങണമെന്നില്ല. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് കൂടുതലാണ് എങ്കിൽ ഇത് കുറച്ച് താഴേക്ക് വരുമോ നോക്കുക. ഈ ബന്ധൻ ബാങ്ക് താഴേക്ക് വരുമോ നോക്കുക. അപ്പോൾ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ എത്തുമ്പോൾ അതിങ്ങനെ വരാൻ സാധ്യതയുണ്ട്. 320 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തെ നമുക്ക് മേടിച്ചിട്ട്, കാരണം വലിയ പ്രശ്നമുള്ള ഒരു ബാങ്കല്ല. ഈ ലോൺ കൊടുത്തു, കർഷകർക്ക് കൊടുത്തു എന്നുള്ള കുറ്റമൊക്കെ ഈ ബാങ്ക് ചെയ്തിട്ടുള്ളൂ. അല്ല വലിയ പ്രശ്നവും സംഭവം ഒന്നുമുള്ള ബാങ്കല്ല. ഓക്കെ, അപ്പം ഇതൊന്ന് പരിചയപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നപ്പോൾ ഞാൻ ഈ ബാങ്കിനെ ഒന്ന് നോക്കിയതാണ്. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് നാളുകൊണ്ട്, അതായത് നമ്മുടെ 2 ബാങ്കുകൾ, ബാങ്ക് ഓഫ് ബറോഡ, പണ്ട് ഇങ്ങനെ ഡിസ്കൗണ്ട് പ്രൈസിൽ കണ്ട ബാങ്ക് ഓഫ് ബറോഡയാണ് 40 രൂപയിൽ നിന്ന് അത് 100 രൂപയിലേക്ക് പോയി. കുറച്ച് നാൾ കളിച്ചിട്ടാണ് പോയത്. പിന്നെ RBL ബാങ്ക് 110, 120, 130 റേഞ്ചിൽ കളിച്ചുകൊണ്ടിരുന്ന സാധനമാണ് 200 മുകളിലേക്ക് പോയത്. ഇപ്പം 230-40 രൂപയിലൊക്കെ ട്രേഡ് ചെയ്തു. അപ്പോൾ എനിക്കൊരു സംശയം, ഇനി ബന്ധൻ ബാങ്കും പോസിറ്റീവ് ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ, പറയാൻ പറ്റില്ല. ഒരു 10-150 പോയിൻ്റ് കിട്ടിയ അടിപൊളിയാണ്. ഓക്കെ, അപ്പം അതൊന്ന്. പിന്നെ അടുത്തത് വേറെ ഒരു നല്ല നമ്മുടെ ഫാർമ സ്റ്റോക്കാണ്. ഇപ്പോൾ ഒരു ലോക്ക്ഡൗണോ കാര്യങ്ങളോ വന്നാൽ നമുക്കറിയാം ഫാർമ കമ്പനികൾ പിടിച്ചേക്കും. മരുന്ന് വേണം, മരുന്നില്ലാതെ നടക്കുകയല്ല, കാര്യങ്ങൾ നടക്കില്ല. അപ്പം മരുന്ന് വേണം, ഫാർമ കമ്പനികൾ പിടിച്ചേക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വാക്സിൻ ഇമ്പോർട്ട് ചെയ്യണം. കാരണം ഇന്ത്യയിൽ വാക്സിൻ ക്ഷാമമാണ്, വാക്സിൻ ഇല്ല. അതും നമ്മുടെ മാർക്കറ്റ് ഡൗൺ ആകാൻ ഒരു പ്രധാന കാരണമായിരുന്നു കേട്ടോ, വാക്സിൻ ഷോർട്ടേജ്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നതിലും മെയിനായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന റഷ്യയുടെ സ്പുട്നിക് 5 എന്ന് പറയുന്ന വാക്സിനാണ്. അപ്പം അത് നമ്മുടെ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആണ്. പക്ഷേ ഇന്ന് ഒരു നല്ലൊരു സെൽ ഓഫ് ഉണ്ടായി. ഇന്നലെ നിഫ്റ്റി ഭയങ്കര ബ്ലഡ് ബാത്ത് ആയിരുന്നു അല്ലേ. അതായത് 524 പോയിൻറ്റോളമാണ് നിഫ്റ്റി ഡൗൺ ആയത് ഇന്നലെ.
ആ സമയത്ത് ഇതാണ് നമ്മൾ ഡോക്ടർ റെഡ്ഡിയുടെ ഇന്നലത്തെ ക്യാൻഡിൽ. കണ്ടല്ലോ, ഈ ക്യാൻഡിലാണ് ഇന്നലത്തെ ക്യാൻഡിൽ. എനിക്ക് തോന്നുന്നു നിഫ്റ്റി 50-ൽ ഡോക്ടർ റെഡ്ഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗ്രീന്. പിന്നെ സിപ്ല ഉണ്ടായിരുന്നു കേട്ടോ, അതും ഫാർമാനെ. പിന്നെ ഡോക്ടർ ലാൽപത്ത് ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഒരു 2-3 കമ്പനികളെ ഉണ്ടായിരുന്നുള്ളൂ ഗ്രീനായിട്ട്. അതിൽ തന്നെ ടോപ്പ് ഗെയിനർ എന്ന് പറയുന്നത് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ ഈ വാർത്തയും വന്നല്ലോ. അതോടുകൂടി നല്ലൊരു ബൈയിങ് പ്രഷർ ഡോക്ടർ റെഡ്ഡിയിൽ വന്നുവെങ്കിലും അതിനേക്കാൾ വലിയ സെല്ലിംഗ് പ്രഷർ ഇന്ന് ഡോക്ടർ റെഡ്ഡിയിൽ വന്നു വിത്ത് വോളിയം. കണ്ടോ, വോളിയം കണ്ടില്ലേ? അപ്പോൾ നല്ല വോളിയത്തോടു കൂടിയുള്ള സെല്ലിങ് നടന്നിട്ടുണ്ട് ഡോക്ടർ റെഡ്ഡിയിൽ. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വാക്സിൻ്റെ ഇമ്പോർട്ടിങ് കുറച്ച് വൈകും തോന്നുന്നു. അതാണ് അങ്ങനെ ഒരു ന്യൂസ് വരുന്നുണ്ട്. അതായത് വാക്സിൻ്റെ ഫുള്ള് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ അതിനെപ്പറ്റിയുള്ള മൊത്തം റിപ്പോർട്ട് ഡോക്ടർ റെഡ്ഡീസിനോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ റിപ്പോർട്ടിന് സമയം കൊടുത്തിട്ടുണ്ട്. ന്യൂസിൽ കണ്ടോ 1-2 മാസം എന്നാണ്. പക്ഷേ അത്രയും സമയത്തിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയിട്ടല്ലേ ഇനി ഇമ്പോർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ആകുമ്പോഴത്തേനും വൈകും, ഇമ്പോർട്ടിങ് വൈകും. അതുകൊണ്ടായിരിക്കണം താഴേക്ക് വളരെയധികം വലിയ ഒരു താഴേക്ക് പോയത് എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാനിവിടെ പറയാൻ വന്ന കാര്യം അതല്ല. ഈ ഡോക്ടർ റെഡ്ഡീസ് എന്ന് പറയുന്ന കമ്പനി വളരെ നല്ലൊരു കമ്പനിയാണ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കമ്പനിയാണ്. അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഒരുപാട് വന്നോട്ടെ, എന്തായാലും ഇവിടുന്ന് വാക്സിൻ എടുക്കുള്ളൂ. 91% എബോ എഫിഷ്യൻസി ഉള്ള വാക്സിനാണ് ഈ സ്പുട്നിക് 5 എന്ന് പറയുന്നത്. മറ്റു വാക്സിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നല്ല വാക്സിനാണ്. സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഫീവർ ഉണ്ടാകും. ഓക്കെ, മറ്റുള്ള വാക്സിനെ അപേക്ഷിച്ചിട്ട് സൈഡ് എഫക്റ്റുകൾ കുറവാണ്. എനിവേ മൊത്തത്തിൽ ഇവരുടെ വാക്സിന് അധികം ഈ പാർശ്വ സൈഡ് എഫക്റ്റുകളില്ല മറ്റുള്ള വാക്സിനുകളുമായിട്ട്. ഇപ്പോൾ UK വാക്സിനുകളുമായിട്ടൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പം നെഗറ്റീവ് സംഭവമൊന്നുമല്ല. എനിവേ അതിൻ്റെ ഇമ്പോർട്ടിങ് കുറച്ച് ഡിലേ ആകാനുള്ള സാധ്യതയുണ്ട്. മേ ബി 1-2 മാസങ്ങളോളമൊക്കെ ഡിലേ ആകാൻ താമസിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ പോയത്. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ ഒരു പക്ഷേ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്ന ഒരു കമ്പനിയാണ് ഡോക്ടർ റെഡ്ഡീസ്. കാരണം നമുക്ക് കാണാൻ പറ്റും, ഇത് നല്ല ചാർട്ടാണ് ഇതിൻ്റെ. ഇത് മന്ത്ലി ചാർട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. സൂപ്പർ ചാർട്ടാണ്. ഇൻ്റർനാഷണൽ കമ്പനിയാണ്, മോശമുള്ള ഒരു കമ്പനിയല്ല, ഇൻ്റർനാഷണൽ കമ്പനിയാണ്. സോ നമുക്ക് ഡിസ്കൗണ്ട് ഈ ലെവലിലൊക്കെ 4400 ഇങ്ങനെ ഉള്ള ഡിസ്കൗണ്ട് പ്രൈസിൽ ഇപ്പോൾ ലാസ്റ്റ് പോയേക്കുന്ന ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4150 ഓക്കെ. ഈ ലെവലിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് വാങ്ങി ഇടണം എന്നാണ് ഞാൻ പറയുന്നത്. ലോങ് ടൈമിലേക്ക് പറ്റിയൊരു സ്റ്റോക്കാണ്. അപ്പം വാങ്ങി ഇടാം. അതായത് നമ്മൾ സിങ്ക് ട്രേഡിങ്ങിനല്ല ഇത് പരിഗണിച്ചേക്കുന്നത്. സിങ്ക് ട്രേഡിങ്ങിനുള്ള സ്റ്റോക്കുകൾ വേറെ പറയാം. അടുത്ത സ്റ്റോക്ക് IDBI ബാങ്കാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇന്ന് ഇൻട്രാഡേ തന്നെ 10% മുകളിൽ മൂവ് ചെയ്തു. കാരണം ഗവൺമെൻറ്റിൻ്റെ ഡൈവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ അവർ ഫസ്റ്റ് പരിഗണിച്ചേക്കുന്ന IDBI ബാങ്കിനെയാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉള്ള 45.5% ഷെയറുകൾ പുറത്ത് വിൽക്കാനുള്ള പ്രോസസ്സാണ് ഈ ഡൈവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് ഫസ്റ്റ് പരിഗണിക്കുന്ന ബാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിയോറിറ്റി ഉള്ള ബാങ്ക് IDBI ബാങ്കാണ്. അതിനാണ് ചാൻസ് കൂടുതൽ എന്നുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടി 10% ബാങ്ക് മുകളിലേക്ക് ഇൻട്രാഡേ തന്നെ മൂവ് ചെയ്യേണ്ടായി. അപ്പോൾ അടുത്ത ദിവസമാണെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് IDBI ബാങ്ക്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ മേടിച്ചിടാം കേട്ടോ. നമുക്ക് മൊത്തം ചാർട്ടുകളൊക്കെ ഒന്ന് നോക്കണം. അഥവാ ഈ ന്യൂസ് എന്തെങ്കിലും ഡിലേ, ഇപ്പോൾ ഡോക്ടർ റെഡ്ഡിയുടെ കാര്യത്തിലൊക്കെ വന്ന പോലെ അങ്ങനെയൊക്കെ വരാം. ഷെയർ മാർക്കറ്റാണ്, അങ്ങനെയൊക്കെ വരാം. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെയാണ് ഈ ബാങ്ക് ട്രേഡ് ചെയ്യുന്നത് അല്ലേ? അതെ, നല്ലൊരു വോളിയം വന്നേക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് നല്ലൊരു വോളിയം വന്നിട്ടുണ്ട്. ആരൊക്കെയോ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ വോളിയം കണക്ക് കൂട്ടണ്ട, കാരണം സെല്ലിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ്, ഈ ഭാഗത്താണ് നല്ലൊരു വോളിയം വന്നേക്കുന്നത് നമുക്ക് കാണുന്നത്. ഇവിടെയൊക്കെ സെല്ലിംഗ് പ്രഷർ ഉള്ള വോളിയമാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതൊരു ബൈയിങ് പ്രഷർ തന്നെയുള്ള വോളിയമാണ്. അപ്പോൾ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് പ്രൈസിംഗ് ആണ്. കുറച്ച് നമുക്ക് വാങ്ങി വെക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനാണെങ്കിൽ വളരെ നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്കാണ്. പിന്നെ ഇതുപോലെ ന്യൂസ് ബേസിൽ പോകുന്ന സ്റ്റോക്കുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത് നല്ല രീതിയിൽ മുകളിലേക്കും അതുപോലെ തന്നെ താഴേക്കും വരുമ്പോൾ MSTC ഒക്കെ കണ്ടില്ലേ, MSTC കാര്യങ്ങൾ. പിന്നെ അത് അടുത്ത വേവിനാണ് അടുത്ത പോക്ക് പോകുള്ളൂ. അതുവരെയൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതൊരു 20-30% നമുക്ക് 3-4 ദിവസം കൊണ്ടൊക്കെ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും. 10 ദിവസം കൊണ്ട് നമുക്ക് 100% റിട്ടേൺ അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. സാധാരണ ഒരു 30-40 അല്ലെങ്കിൽ 50% മുകളിലേക്ക്, 50 എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സംഖ്യയാണ്, മുകളിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇടിഞ്ഞു കുത്തിയിട്ട് ഏകദേശം ഒരു 50% മുകളിലേക്ക് പോയെങ്കിൽ ഒരു 30% താഴെ വന്ന് നിൽക്കലാണ് പതിവ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എസ്പെഷ്യലി ഇതുപോലെ ബാങ്കുകളും കാര്യങ്ങളും പ്രൈവറ്റൈസ് ചെയ്യുകയാണ് എന്നുള്ള വാർത്തകൾ വരുമ്പം
വളരെ മുകളിലേക്കും പോകും, അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ബുക്കിങ്ങിന് താഴേക്കും വരും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നോക്കി എടുക്കുക. എനിവേ അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഈ സ്റ്റോക്കിൽ കാണുകയുണ്ടായി. അടുത്തത് ഞാനിന്ന് സിങ് ട്രേഡിങ്ങിനായിട്ട് എടുത്ത സ്റ്റോക്കാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. SCI എന്ന് പറയുന്ന സ്റ്റോക്കാണ് സിങ് ട്രേഡിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത്. ഡെയിലി ചാർട്ടാണ് നമ്മൾ കാണുന്നത്. കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു സപ്പോർട്ട് കണ്ടോ, ഈ ഒരു സപ്പോർട്ടിലേക്ക് വന്നിട്ട് ആ സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പോക്കാണ്. മുകളിലേക്ക് ഇത്രയും പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ താഴെ, അതായത് 100 രൂപയാണ്. 100 രൂപയ്ക്ക് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. 106.25 കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 15 പൈസ താഴെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 106.10 ക്ലോസ് ചെയ്തേക്കുന്നത്. അടുത്ത ദിവസം ഈ പ്രൈസിന് ഇവിടെയൊക്കെ ഈ ലെവലുകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഞാൻ എന്തായാലും ഇത് മേടിച്ചു. ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് 1:2 അല്ലേ. ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് 115 അതായത് ഈ ലെവൽ ഇത് വളരെ അടുത്തുള്ള ഒരു പോയിൻ്റാണ്, എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അടുത്ത ടാർഗറ്റ് 120 നമുക്ക് വെക്കാം. നമുക്ക് ഫൈനൽ ടാർഗറ്റ് വെക്കാവുന്നത് 130 ഇവിടെ വരെയാണ് നമുക്ക് വെക്കാവുന്നത്. അപ്പം SCI മോശമുള്ള കമ്പനി അല്ല കേട്ടോ. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നല്ല കമ്പനി തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കത് വാങ്ങാം. അടുത്ത ഒരു കമ്പനി നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ ഈ കറക്ഷൻസ് വരുമ്പോൾ ഉള്ള ഗുണം എന്നാണെന്നറിയാമോ? നമുക്ക് നല്ല കമ്പനികൾ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുമെന്നുള്ളതാണ്. ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ടാണോ ഈ കറക്ഷൻ വരുന്നതെന്ന് പോലും അല്ലേ. കാരണം ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കോവിഡിൻ്റെ പ്രശ്നമെല്ലാം തീർന്നോ? ഇന്നലെ 524 പോയിൻ്റ് കണ്ടായിരുന്നു നിഫ്റ്റി ഡൗൺ ആയത്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തീർന്ന പ്രശ്നമല്ല. ഇന്ന് ഒരു കുഴപ്പമില്ല. ഇന്ന് 100 പോയിൻ്റ് അപ്പിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല അല്ല. ഇതൊക്കെ ഓരോരോ പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് നമുക്ക് ടാറ്റ മോട്ടോഴ്സ് നമുക്ക് ഈ ഒരു കുറച്ച് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടി കേട്ടോ. വലിയ ഡിസ്കൗണ്ട് ഒന്നും പറയാനില്ല. 340 ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്. ഇപ്പം 302 അവൈലബിൾ ആണ്. പോസിറ്റീവ് ന്യൂസ് ഉണ്ട്. എനിക്കൊന്ന് UK തോന്നുന്നു. UK അവരുടെ ഒരു കാറുണ്ടല്ലോ, ജാഗ്വാറോ. ജാഗ്വാർ എന്ന് പറയുന്ന ഒരിതാണ് വണ്ടിയാണ്. അതിൻ്റെ സെയിൽ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. എനിവേ അത് നല്ല രീതിയിൽ ഏകദേശം 5% മുകളിൽ അപ്പാണ് ടാറ്റ മോട്ടോഴ്സ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് മേടിക്കാൻ പറ്റിയ ഒരു സമയമാണ് എന്ന് തോന്നുന്നു. പിന്നെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. 325 താഴെയാണ് ഫസ്റ്റ് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അതായത് 320 ഫസ്റ്റ് ടാർഗറ്റ് സിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ മേടിച്ചിട്ടില്ല. താല്പര്യമുള്ളവർക്കൊക്കെ നോക്കാവുന്നതാണ്. പിന്നെ അടുത്ത് 340 അത് കഴിഞ്ഞ് പോകണമെങ്കിൽ ഇനിയിപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം. കാരണം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാറ്റ മോട്ടോഴ്സ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതൊരു ബൈക്ക് പോലെ കണ്ടപ്പോൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. അടുത്ത സ്റ്റോക്ക് ഹിന്ദ് കോപ്പറാണ്. ഈ മോളിൽ നിന്നെല്ലാം പലരും ഇങ്ങനെ ചോദിച്ചായിരുന്നു കേട്ടോ, ഹിന്ദ് കോപ്പർ നമുക്ക് വാങ്ങാൻ പറ്റുമോ എന്നുള്ള ഇത്. അപ്പോൾ മോളിൽ നിന്ന് വാങ്ങാൻ പറ്റില്ലായിരുന്നു. നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു ലെവലിലാണ് ഇപ്പോൾ ഹിന്ദ് കോപ്പർ വന്ന് നിൽക്കുന്നത്. 139.50 ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് ഹിന്ദ് കോപ്പർ. അപ്പോൾ ടാർഗറ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. 160 വരെ നമുക്ക് ടാർഗറ്റ് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് 130 ബിലോ, ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ താഴെ. എങ്ങാനും ഇനി മാർക്കറ്റ് കറക്ഷൻ വല്ലതും ഉണ്ടായാൽ 130ക്ക് തൊട്ട് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 150 അത് കഴിഞ്ഞ് 160 ഇത്ര നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഹിന്ദ് കോപ്പർ ഒരു ബുള്ളിഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അത് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. അടുത്ത ഒരു നല്ല സ്റ്റോക്ക് ബജാജ് ഫിൻസർവ് ആണ് കേട്ടോ. ബജാജ് ഫിൻസർവ് കണ്ടില്ലേ, നിഫ്റ്റി കുറച്ച് കയറിയപ്പോഴത്തേനും ബജാജ് ഫിൻസർവ് വളരെ ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പരിഗണിക്കാം. നല്ല ഒരു സ്റ്റോക്കാണ് ബജാജ് ഫിൻസർവ്. ചുമ്മാ ഞാൻ മന്ത്ലി ചാർട്ട് ഒന്ന് കാട്ടാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ബജാജ് ഫിനാൻസും കേട്ടോ. കണ്ടോ, ഇതാണ് ബജാജ് ഫിൻസർവിൻ്റെ. ഈ എക്കണോമിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ താഴേക്ക് പോകും. പക്ഷേ താഴേക്ക് അത് നല്ലതാണ്. അവിടുന്ന് കയറിപ്പോയ പോക്ക് കണ്ടോ. ഏകദേശം 4500 നിന്ന സാധനമാണിപ്പം 10,000 മുകളിൽ പോയായിരുന്നു. അപ്പോൾ അതാണ് നമുക്ക്. ഇതിപ്പോൾ കോവിഡിൻ്റെ ആ സംഭവം 2020 മാർച്ച് ഏപ്രിൽ ആ സമയമാണ്, മാർച്ചാണിത്. അപ്പോൾ കോവിഡിൻ്റെ ആ സംഭവത്തിൽ താഴെ പോയതാണ്. പക്ഷേ അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കയറിപ്പോയി. അപ്പോൾ ഇപ്പോഴും അതൊരു ചെറിയ ഡിസ്കൗണ്ട് പ്രൈസിലാണ്. പിന്നെ അതുപോലുള്ള എക്കണോമിയിൽ അതുപോലുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ആഡ് ചെയ്യുന്നവർക്കും മേടിക്കുന്നവർക്കും ഒക്കെ ബജാജ് ഫിൻസർവ് അതുപോലെ തന്നെയാണ് കേട്ടോ ബജാജ് ഫിനാൻസും. അത് പരിഗണിക്കാം. ഇതിൻ്റെ പകുതി വില അതിനുള്ളൂ. പക്ഷേ വിലയിൽ നോക്കണ്ട, ഈ ആൾ പുലി ഇവനാണ്. രണ്ടാമത് അവനും. അടുത്ത സ്റ്റോക്ക് BASF ഇന്ത്യ ആണ്. ഒരു രക്ഷയില്ല അല്ലേ. BASF ഇന്ത്യ 2118 ഇതും ഭയങ്കര ബുള്ളിഷ്. അതായത് മാർക്കറ്റ് അങ്ങ് മുകളിലേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ആകുമ്പോഴത്തേന് ഈ സ്റ്റോക്കുകളൊക്കെ പറക്കുന്ന സ്ഥിതിയാണ്. നല്ലൊരു ബുള്ളിഷ്നെസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2118. പിന്നെ ബജാജ് ഫിൻസർവിൽ നമുക്ക് അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ വെക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പരിഗണിക്കുക.
ഏറ്റവും അടുത്തുള്ള ലോ പ്രൈസാണ്, അതായത് ഇന്നത്തെ ലോ അല്ല, ഇന്നത്തെയും ഇന്നലത്തെയും ലോ. അപ്പോൾ മിക്ക സ്റ്റോക്കുകൾക്കും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇന്നലത്തെ ലോ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെയും ലോ എല്ലാം പരിഗണിക്കുക. അപ്പോൾ ഇന്നത്തെ ലോ ആണെങ്കിലും നമുക്ക് വെക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഓരോ ദിവസവും സ്റ്റോക്ക് ബുള്ളിഷ് ആണെങ്കിൽ തലേ ദിവസത്തെ ലോ ഏതോ അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കിത് റൺ ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാകും, അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നമ്മൾ ടാർഗറ്റ് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ആകും സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ അത്ര മോശമുള്ള സ്റ്റോക്കുകളല്ല, എല്ലാം നല്ല സ്റ്റോക്കുകളാണ്. കുറച്ച് ചാത്തനം കിട്ടിയിട്ടുണ്ട്, എന്നാലും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തോട്ടെ. കാരണം ഒരു ദിവസം കുറച്ച് കയറി എന്ന് പറഞ്ഞിട്ട് റിക്കവറി എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. കോവിഡ്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, ഇങ്ങനത്തെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. അതൊന്നും ഒറ്റ ദിവസം കൊണ്ട് തീർത്ത പ്രശ്നങ്ങളല്ല. എനിവേ മാർക്കറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുമോ അങ്ങനെയൊന്നുമില്ല. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതായത് കുറച്ച് കയറും പിന്നെ താഴേക്ക്, അങ്ങനെ അല്ലാതെ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ WhtasApp നമുക്ക് പരിഗണിക്കാം, ബൈ സൈഡിലേക്ക് പരിഗണിക്കാം. നമുക്ക് ടാർഗറ്റ് പറയാം, 2300 നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഞാൻ പറയണ്ടല്ലോ അല്ലേ, ഇന്നത്തെ ക്യാൻഡിലിൻ്റെ താഴെ ലോയിൽ, ഇന്നലത്തെ ക്യാൻഡിൽ ലോയിലാണെങ്കിലും നമുക്ക് പരിഗണിക്കാം. നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് തന്നെയാണ് സംഭവം കയറുന്നത്. ഓക്കെ, ഇതുപോലുള്ള ഗ്രോത്ത് നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് 2300 മുകളിലേക്കും സ്റ്റോക്ക് കയറി പോകുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.